അപ്പോൾ വാഗഡിന് ഇത്രയും വലിയൊരു റീച്ച് കൊടുക്കണമെങ്കിൽ അവർ വർക്ക് തീർക്കും എന്നുള്ള വലിയ കമ്പനി ആയിട്ട് തന്നെ. പക്ഷെ വേറെ എന്തൊക്കെയോ തടസ്സങ്ങളായിരിക്കും കേട്ടോ. ഇപ്പോൾ കുറച്ചൊന്ന് മൂവ് ആയിട്ടുണ്ട് വർക്കുകളൊക്കെ. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞാനുള്ളത് വടകര കേട്ടോ. വടകര ഭാഗത്തെ വിശേഷങ്ങളാണ്. ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത് വടകര ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇവിടെ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു 2 ഗാഡറിൻ്റെ വർക്ക് 3 ഗാഡറിൻ്റെ വർക്ക് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വടകര ടൗണിലേക്ക് നല്ലൊരു ഫ്ലൈ ഓവർ 700 മീറ്ററോളം നീളത്തിലുള്ള ഫ്ലൈ ഓവർ. അതിൻ്റെ ഇടയിൽ ഇവിടെ RE ബ്ലോക്കിൻ്റെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. സ്നേഹിതന്മാരെ, എല്ലാ കാഴ്ചകളും കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. RE പ്ലെയിൻ ബ്ലോക്കിൻ്റെ വർക്ക് നല്ല ഹൈറ്റിലാട്ടോ വരുന്നത്. ഏതായാലും നല്ല സ്ട്രോങ് വർക്ക് തന്നെ ആയിക്കോട്ടെ. അടിയിൽ പ്ലെയിൻ ബ്ലോക്കിൻ്റെ വർക്ക് ഇതാ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അടിയിൽ അവർ കറക്റ്റ് അടിയിലൊരു കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് അതിൻ്റെ മുകളിൽ ഇതാ കോർണർ കണ്ടോ. കോർണറിൻ്റെ സെറ്റപ്പ് ഇങ്ങനെ കേട്ടോ. ഇതാണ് ഇതിൻ്റെ പിടുത്തം. ഇങ്ങനെ ഇതൊക്കെ ബെൽറ്റ് വെച്ചിട്ട് അങ്ങനെ ടൈറ്റാക്കി വെച്ചാട്ടോ ഫസ്റ്റിലുള്ള ഇതൊക്കെ. അടിപൊളി. അടിയിലല്ല കോൺക്രീറ്റ് ഒക്കെ സെറ്റാക്കി ഒരുപാട് പൊങ്ങാണ്ട് കേട്ടോ. ഏതായാലും നല്ലൊരു ഹൈറ്റിലാണ് ഇവിടുത്തെ പ്ലെയിൻ ബ്ലോക്കിൻ്റെ വർക്ക് വരുന്നത്. നല്ല സ്ട്രോങ് തന്നെ ആയില്ലെങ്കിൽ പണി പാളും. ഭാഗമായിട്ട് ഉഷാറാക്കി എടുത്താളിട്ട് അവിടെ അടിപൊളിയാക്കി എടുത്താളി. അങ്ങനെ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ ചോട്ടിലേക്ക് എത്തി. കഴിഞ്ഞ വട്ടം തന്നെ 4-5 മാസം മുമ്പായിട്ട് അവിടെയൊക്കെ വീഡിയോ എടുത്തത്. 4 മാസം എന്തായാലും ആയിട്ടുണ്ടാവും. അതിന് ശേഷം ഇവർ ഗാഡറിൻ്റെ മുകളിൽ ആ ചെറിയ സ്ലാബ് പീസുകൾ എടുത്ത് വെച്ച അതിൻ്റെ മുകളിൽ അവർ കോൺക്രീറ്റ് ഒക്കെ ചെയ്തു. മെയിൻ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അടിപൊളി. ഇനി മുകളിലെ വർക്ക്, ഇനി ഇതിൻ്റെ കാര്യമായിട്ട് ഇവിടുത്തെ ഈ അപ്രോച്ച് ഈ റോഡിൻ്റെ വർക്കാണ് കഴിയണം. അത് കഴിഞ്ഞാൽ തന്നെ പിന്നെ വടകര ടൗണിൽ നിന്നുള്ള വാഹനങ്ങൾ ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് കയറ്റി വിടാലോ. പിന്നെ സർവീസ് റോഡ്. ഏതായാലും അടുത്ത മഴക്കാലത്തിനുള്ളിൽ ഇതൊക്കെ ഒന്ന് സെറ്റാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു 3 മാസത്തിനുള്ളിൽ സെറ്റാണ് തോതിലുള്ള കാഴ്ചാട്ടോ നമ്മുടെ വാഗഡിൻ്റെ വർക്ക്. ഇപ്പം ഏതായാലും നമുക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാ ഭാഗത്തും വർക്കുകളൊക്കെ ഉഷാറാകുന്നുണ്ട് കേട്ടോ. ഫ്ലൈ ഓവർ നല്ല ഹരല്. കാരണം 700 മീറ്റർ നീളത്തിലുള്ള നമ്മുടെ ഈ ഫ്ലൈ ഓവർ ആട്ടോ. 700 മീറ്ററിൻ്റെ അത്യാവശ്യം നീളത്തിലുള്ളൊരു ഫ്ലൈ ഓവർ തന്നെയാണ്. നല്ലൊരു ബെൻഡൊക്കെ ഉണ്ട് അവിടെ. ഏകദേശം ഇതിൻ്റെ ചുവട്ടിലുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സസ്പെൻഷൻ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് മാത്രം ഒന്നുമില്ലേ. ഓക്കെ. അങ്ങനെ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ ആ ബെൻഡ് വളവ് അങ്ങനെ കഴിഞ്ഞിങ്ങനെ വന്നിട്ട് ഇതിലേ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ വടകര ടൗൺ ഏരിയയിലേക്ക് എത്തി കേട്ടോ. ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഒരു ഭാഗത്ത് കൂടി കറക്റ്റ് ജംഗ്ഷൻ അവർ ഫ്ലൈ ഓവർ വാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗാഡറെ അവിടെ സ്ലാബ് വാർക്കുന്ന ജോലികളാണ് ഊപ്പറിൽ നടക്കുന്നത്. യെസ്. അങ്ങനെ ടൗൺ ഏരിയയിലുള്ള ആ ഒരു ബുദ്ധിമുട്ട് കുറച്ചൊക്കെ ഒന്ന് മാറി എന്ന് പറയാം കേട്ടോ. വാഹനങ്ങൾക്കൊക്കെ പോകാനുള്ള ഒരു സൗകര്യമായി. ആ വർക്ക് എടുക്കുമ്പോഴുള്ള വലിയ ബുദ്ധിമുട്ടുണ്ടല്ലോ. പിയർ വാർക്കുന്ന പൈലിങ് ചെയ്യുന്ന ആ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ വടകര ടൗണിൽ നിന്ന് മാറി. ഇനി ഇതിൻ്റെ അടിയിൽ കൂടി അവിടെ നിന്ന് അങ്ങോട്ട് ഇനി അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇനി അവിടെ ഇങ്ങനെ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ, ഒരു 3 മാസം കൊണ്ട് ഇവിടെ ഒന്ന് കളറാണ് മട്ടാണ് ഇവിടെ കണ്ടിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തോന്നുന്നത്. വാഹനങ്ങൾ ഇത് ഇങ്ങനെ തന്നെ പൊങ്ങിയിട്ട് വാഹനങ്ങൾ ഇതിൻ്റെ മുകളിൽ കൂടെയാണ് പോകാൻ തുടങ്ങിയ അടിയിലൊക്കെ ഉഷാറായില്ലേ. അടിപൊളി. വടകര ടൗണിലത്തെ നല്ല വെള്ളമായിട്ടാണ് വരുന്നത്. അടിപൊളി വെള്ളം. നമുക്കിനി അങ്ങനെ പോലെ ബാക്കിയുള്ള കാഴ്ചകൾ അങ്ങനെ കണ്ടിട്ട് നമ്മൾ കോഴിക്കോടിലെ അങ്ങനെ പോവാം. ഓക്കെ. ആ ടൗൺ ഇങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം അപ്രോച്ച് റോഡ് കഴിഞ്ഞതാണ്. ഈ ഭാഗത്തൊക്കെ വീതി കൂട്ടുന്ന പരിപാടി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സർവീസ് റോഡിൻ്റെ ആ ഒരു അടയാളങ്ങളൊക്കെ ഡ്രെയിനേജുകളൊക്കെ അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ വടകര ഈ ഏരിയ ഒന്നും ആകാത്തൊരു ഏരിയ കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ മാറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഇനി പണിക്കാർ വന്ന് ഇവിടെ പെട്ടെന്ന് കൈകാര്യം ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ആ തോതിൽ ഇവർ സെറ്റപ്പ് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. നല്ല മാറ്റാട്ടോ വടകര ടൗൺ ഏരിയയിൽ വന്നിരിക്കുന്നത്. ഞാൻ കുറേ കാലത്തിന് ശേഷം വന്നതിന് കൊണ്ടായിരിക്കും ഇത്ര മാറ്റം. എന്നാലും മാറ്റം തന്നെ. വാഗഡിനെ സംബന്ധിച്ചിട്ട് ചില നേരം 6 മാസം കഴിഞ്ഞ് വന്നാലും അതുപോലെ തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് അധികം കാണൽ. ഇപ്പം നല്ലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ച ഭാഗങ്ങളൊക്കെ ഒരുപാട് പൊങ്ങാനുള്ള ഏരിയ കേട്ടോ. ഇവിടെയൊക്കെ അവിടെ അണ്ടർപാസുകളൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയും ഒരു അണ്ടർപാസ്. ഈ ഏരിയകളൊക്കെ
വടകര ടൗണ് താഴത്താട്ട മൊത്തത്തിൽ ഏരിയ താഴത്താണ്. ഈ ഏരിയ ഒക്കെ പൊങ്ങാനുള്ളതാണ്. ഇവിടെ കൂടിയ സർവീസ് റോഡ് വരുന്നത്. സർവീസ് റോഡ് താഴത്തും നമ്മുടെ ആറുവരിപ്പാത മുകളിൽ കൂടി ആയിട്ടാണ് വരുന്നത്. ഇവിടെ നമ്മുടെ വാഗടിൻ്റെ ചെറിയൊരു അവരുടെ ഗേറ്ററിൻ്റെ മുകളിൽ വെക്കുന്ന സ്ലാബുകൾ വാർക്കുന്ന ഒരു ഏരിയ വാർത്ത് വെക്കുന്നുണ്ടല്ലോ അവിടെയൊക്കെ അല്ലേ. അവിടേക്കുണ്ട് അവരുടെ ആ ഭാഗത്തേക്ക് അവരുടെ ഏരിയ എന്ന് തോന്നുന്നു. ഏതായാലും നമ്മുടെ വാഗടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ റീച്ച് നമ്മുടെ വാഗടിന് ഇവർ NHAI കൊടുക്കണമെങ്കിൽ പക്ഷെ അവർ നല്ലൊരു കമ്പനി ആയിരിക്കണമല്ലോ അല്ലേ. നമ്മുടെ കോഴിക്കോട് റീച്ച്, അതായത് വെങ്ങളം ടു രാമനാട്ടിലെ റീച്ച് നമ്മുടെ KMC കൊടുത്തു. അത് ചെറിയൊരു കമ്പനിയാണ് തോന്നുന്നത്. അതായത് അവർ പെട്ടെന്ന് വർക്ക് തീർത്തു. അപ്പോൾ വാഗടിന് ഇത്രയും വലിയൊരു റീച്ച് കൊടുക്കണമെങ്കിൽ അവർ വർക്ക് തീർക്കും എന്നുള്ള വലിയ കമ്പനി ആയിട്ട് തന്നെ അല്ലേ. പക്ഷെ വേറെ എന്തൊക്കെയോ തടസ്സങ്ങളായിരിക്കും കേട്ടോ. ഇപ്പോൾ കുറച്ചൊന്ന് മൂവ് ആയിട്ടുണ്ട് വർക്കുകളൊക്കെ. ഏതായാലും അടിപൊളിയായിട്ട് പെട്ടെന്ന് ഫിനിഷ് ആകും. അടുത്ത മഴക്കാലത്തിന് മുമ്പ് നമ്മുടെ സർവീസോടെങ്കിലും ഫിനിഷ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിലുള്ള ആളുകൾക്ക് സുഗമമായിട്ട് യാത്ര ചെയ്യാം കേട്ടോ. ഇവിടേതായ ഒരു റെയിൽവേ ഗേറ്റിൻ്റെ അവിടെയൊക്കെ വർക്ക് എന്തോ ഒരു മാറ്റം സംഭവിച്ച ഒരു 3 വരിപ്പാത ഫുള്ള് ടാറിങ് കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഉണ്ടോ ഒന്നും ആകാതെ കിടന്ന കുറേ ഭാഗങ്ങളുണ്ട് വടകര റീച്ചിൽ. അവിടെയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കാരണം കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് ആ റീച്ചിങ്ങനെ പോന്നിട്ട് നമ്മുടെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മാഹി കുടുങ്ങിയ മാതിരിയുള്ള ഒരു റീച്ചാട്ടോ. 2 കിലോമീറ്റർ വടകര മൂരാട് പാലത്തിൻ്റെ ഒരു ഏരിയ മൊത്തത്തിൽ കോൺക്രീറ്റ് ചെയ്ത റോഡാട്ടത്. അവിടെ ഫുള്ള് വർക്കൊക്കെ കഴിഞ്ഞ് പെയിൻറ്റിങ്ങും കഴിഞ്ഞ് ഏതെങ്കിലും EKK കമ്പനിയോ PKK ഏതോ കമ്പനി അവരൊക്കെ ഫിനിഷ് ചെയ്ത് അവരെ വീട്ടിൽ പോയിട്ടോ. അതാണ് ഈ ഏരിയ. ഈ 2 കിലോമീറ്റർ കോൺക്രീറ്റ് ചെയ്തത് എന്തിനാന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മിലിറ്ററി എയർഫോഴ്സിനായിട്ടുള്ള ഒരു ഏരിയക്ക് അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇതുപോലുള്ള 6 വരിപ്പാതയിൽ കോൺക്രീറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടിരുന്നു കേട്ടോ. കറക്റ്റ് അറിയാവുന്നവരൊന്ന് കറക്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇരിങ്ങൽ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെ പുതിയ അണ്ടർപാസുകളൊക്കെ പാസ്സായി. ഇതിൻ്റെ വർക്കുകളൊക്കെ ഒരു ഭാഗം സ്ലാബൊക്കെ വാർത്തു. അടുത്ത ഭാഗത്ത് സ്ലാബ് വാർക്കാനുള്ള സെൻറ്ററിങ്ങൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഈ ഭാഗത്തേക്ക് കുറച്ച് ഹൈറ്റ് ഉണ്ട്. ഈ ഭാഗത്തേക്ക് റോഡിൻ്റെ വളവനുസരിച്ചിട്ടുള്ള ഒരു ചെരിവാട്ടോ. അതുകൊണ്ട് തന്നെ വളരെ ഹൈറ്റാണ്. ഒരു കാറ് ഒരു നിസാനൊക്കെ പോകാം, ബസ്സിനൊന്നും പോകാൻ പറ്റിയൊരു അണ്ടർപാസ് അല്ല എന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവർ സർവീസ് റോഡ് ഇവിടെ താത്തേണ്ടി വരും. സർവീസ് റോഡ് ഇനി താവാനും സാധ്യത ഉണ്ട്. ഏതായാലും ഇവിടെ ഒരുപാട് പൊളിച്ചതല്ലേ. അപ്പം സർവീസ് റോഡ് അവിടെ താത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പം സർവീസ് റോഡ് താത്തുമ്പം തൊട്ടപ്പുറത്തുള്ള വീടുകളുടെ മതിൽ അതും അവർ നല്ലൊരു കോൺക്രീറ്റ് ഒക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും. ഇവിടെ മണ്ണിട്ട് പൊക്കി ഒരു ഭാഗത്ത് ലെവലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഭാഗത്തുള്ള സൈഡ് വാളിൻ്റെ കോൺക്രീറ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. കമ്പിയൊക്കെ വെച്ച് കെട്ടി ലെവലാക്കുന്നുണ്ട്. യെസ്, ഈ സർവീസ് റോഡ് താത്താനുള്ളതാട്ടോ. ഇവിടെ 3 അടിയോളം താഴ്ചയുണ്ട്. അങ്ങനെ 4 മീറ്റർ ഹൈറ്റുള്ള അണ്ടർപാസ്. കുട്ടി ബസ്സിനൊക്കെ സുഖമായിട്ട് പോകാം. അവിടെ നിന്ന് നമ്മൾ ഇരിങ്ങൽ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന സർവീസ് റോഡൊക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് നല്ല ഫിനിഷിങ് സർവീസ് റോഡ്. അടിപൊളി, സൂപ്പർ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതായി ഇവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് ഉണ്ട്. ചെറിയ കാറുകൾക്കൊക്കെ നിസാനൊക്കെ പോകാൻ പറ്റും ചെറിയൊരു അണ്ടർപാസ്. ഇതുപോലെ എല്ലാ സർവീസ് റോഡുകളും സൂപ്പറായാൽ തന്നെ നമ്മുടെ ഈ വാഗടിന് പ്രാഗിന് പരിപാടി അങ്ങോട്ട് നിന്നോളൂ കേട്ടോ. നല്ല വൃത്തിയിൽ സർവീസ് റോഡ് ഇങ്ങനെ ചെയ്തു വെച്ചാൽ 6 വരിപ്പാത ഒരു പിന്നെ അങ്ങനെ എടുത്തോണ്ടാക്കും പോലെ അല്ലേ. അപ്പം ഞാനങ്ങനെ പയ്യോളി എത്തിയിട്ടോ. പയ്യോളി നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ ഗേഡറുകളൊക്കെ ഫുള്ള് എടുത്ത് വെച്ച് കഴിഞ്ഞ കാഴ്ച. ആ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ആ പ്ലെയിൻ ബ്ലോക്കൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ മണ്ണിടുന്ന ജോലികളൊക്കെ നടക്കുന്നു. ഈ ഭാഗത്തും അതുപോലെ പ്ലെയിൻ ബ്ലോക്കുകളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എന്തായി എന്നുള്ളത് നമുക്ക് അവിടെ മുകളിൽ തന്നെ പോയി നോക്കേണ്ടി വരും. ഏതായാലും ഇതിൻ്റെ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ അടിയിലൊക്കെ ഒരുപാട് ക്ലീൻ ആക്കാണ്ട് വൃത്തിയാക്കാണ്ട് വാഹനങ്ങളൊക്കെ ഇപ്പം തന്നെ ഒരുപാട് പാർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ ടൗൺ ഏരിയകളിലൊക്കെ ഫ്ലൈ ഓവർ ആയി കഴിഞ്ഞാലുള്ള ഗുണം. അടിപൊളിയല്ലേ. എലിവേറ്റഡ് ബ്രിഡ്ജ് ആയി കഴിഞ്ഞാലുള്ള ഗുണം ഇതാണ്. ഒരുപാട് വാഹനങ്ങൾക്കൊക്കെ പാർക്ക് ചെയ്യാം. ഇത് പോരാ മൊത്തത്തിൽ ആകണമായിരുന്നു കേട്ടോ.
അപ്രോച്ച് റോഡ് അവർ കുറേ ആക്കി എടുത്തിട്ടുണ്ട്. പയ്യോളി എന്ന് പറഞ്ഞ ടൗണിലൊക്കെ 1, 2, 3, 4, 5 ഗാഡറിൻ്റെ 5 സ്പാനാണുള്ളത്. അതിൽ അത്രയും ഒരു ഭാഗമാണ് ഇവർ ഒഴിവാക്കി വിട്ടത്. 2 റോഡ് തന്നെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള. പിന്നെ കുറച്ച് ഭാഗമുള്ളൂ കേട്ടോ പാർക്കിങ്ങിനൊക്കെ ആയിട്ടുള്ള ഏരിയ. പയ്യോളി ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് എത്തുമ്പം അവിടെ ടാറിങ് CTSP WMM മിക്സിംഗ് ഒക്കെ ടാറിങ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ മുകളിൽ കൂടി വാഹനങ്ങൾ പോകുന്നതായിരിക്കും. നമ്മുടെ പയ്യോളി ടൗണിൻ്റെ തിരക്ക് കുറച്ചാണ്ട് കുറഞ്ഞു കേട്ടോ. വർക്ക് അവിടെ അതാ എൻജിനൊക്കെ ആ റോളറൊക്കെ അവിടെ അമർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ 2 ഭാഗത്തും ടാറിങ് കഴിഞ്ഞു. ഇവിടെ എന്താ ഡ്രെയിനേജിൻ്റെ ചെറിയൊരു ക്രോസിങ് ഇവിടെ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ, അങ്ങോട്ട് പാസ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, ഇത്രയും ഭാഗം അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഫുള്ള് ടാറിങ് കഴിഞ്ഞ ഏരിയ കേട്ടോ. കുറച്ചൊരു 3 ആഴ്ച അപ്പോഴത്തേക്കും നമ്മുടെ പയ്യോളി ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടി വാഹനം ഓടാൻ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് വടകര പയ്യോളി ഇരിങ്ങൽ ഭാഗത്തുള്ള വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊക്കെ ചെയ്താളിട്ടോ. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.